5 മണിക്ക് തന്നെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ പൊതുദർശനം ആരംഭിക്കുന്നതിനായിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതാണ് നമ്മളിപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. ഇന്ന് രാത്രിയും പൊതുദർശനത്തിന് ധാരാളം ആളുകൾ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്ന് അനുശോചന പ്രവാഹമാണിപ്പോൾ എന്ന് എളമരം കരീം പറയുന്നുണ്ടായിരുന്നു. AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ എത്ര മണിവരെയായിരിക്കും പൊതുദർശനം? എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ? അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇവിടെ നിന്ന് ഇറക്കി AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. അതിനുശേഷം സുജയ് ഇപ്പോൾ പറഞ്ഞതുപോലെ എത്രമാത്രം ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തും എന്ന കാര്യത്തിൽ ആർക്കും ഒരു നിശ്ചയവുമില്ല. ഇപ്പോഴും നിരവധി ആളുകൾ ആശുപത്രിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ പൊതുദർശനങ്ങളും അതുപോലെ വിലാപയാത്രയും എല്ലാം ഒരുപാട് നീണ്ടുപോകാനുള്ള സാധ്യത തന്നെയാണ് മുന്നിലുള്ളത്. ക്രമീകരണങ്ങൾ എത്രത്തോളം ക്രമീകരിച്ചതുപോലെ നടത്താൻ കഴിയും എന്നുള്ളതാണ്. സമയത്തിൻ്റെ കാര്യം പാലിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. VSനെ കാണുന്നതിന് മന്ത്രിമാരും അതുപോലെ തന്നെ മറ്റ് സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ നിരവധി ആളുകൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ആശുപത്രിയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ VSനെ കാണുന്നതിന് വേണ്ടി ആശുപത്രിയുടെ അകത്തേക്ക് കയറുകയാണ്. VSൻ്റെ സന്തത സഹചാരികൾ, VSനെ സ്നേഹിക്കുന്നവർ, മന്ത്രിമാർ, മറ്റ് പ്രമുഖരെല്ലാം ഇവിടെ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഇവിടേക്ക് ആളുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. തീരാ നഷ്ടമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരളത്തിലെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് എന്നും ഒരു പ്രതീക്ഷയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം VS സംഘടനാ രംഗത്ത് നിന്ന് മാറി നിന്നെങ്കിൽ പോലും VSൻ്റെ ഒരു സ്വാധീനം, അത് ഒരു സമാധാനവും ഒരു ആശ്വാസവുമായിരുന്നു കേരളത്തിലെ ജനങ്ങൾക്ക്. അതാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. പ്രസാദ്, VSനെ ഇഷ്ടപ്പെടുന്ന പലരും അദ്ദേഹം ആശുപത്രിയിൽ കഴിയുന്ന വേളയിൽ പറഞ്ഞുകൊണ്ടേയിരുന്നത് അവിടെ ആശുപത്രിയിലാണെങ്കിലും അദ്ദേഹം ജീവനോടെ ഉണ്ടല്ലോ, അതൊരു ധൈര്യമാണ്, ഒരു ആശ്വാസമാണ് എന്നാണ്. ആ ഒരു ധൈര്യം അങ്ങനെ പിടിച്ചു നിർത്തുന്ന ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും തിരിച്ചു വരാൻ കഴിയും എന്ന് ജീവിതത്തിലൂടെ കാണിച്ചു തന്ന VS ഇനിയില്ല എന്നത് വളരെയേറെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ? പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ എല്ലാ പാർട്ടികളിലും ഉണ്ടായിരുന്നു എന്നതും കേരളം കണ്ടറിഞ്ഞ ഒരു സത്യമല്ലേ പ്രസാദ്? ഉറപ്പായും സുജി, അത് തന്നെയാണ്. അതായത് സമീപകാല കേരള ചരിത്രത്തിൽ VSൻ്റെ കാലഘട്ടം എന്ന ഒന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. VSൻ്റെ കാലഘട്ടം, VS മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും അല്ലാതായിരിക്കുമ്പോഴും VSനെ ചുറ്റിപ്പറ്റി തന്നെയാണ് കേരള രാഷ്ട്രീയവും വാർത്തകളും എല്ലാം നിറഞ്ഞു നിന്നത് എന്നുള്ളതാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഒരു ഘട്ടത്തിൽ പാർട്ടിയിൽ വലിയ ഗ്രൂപ്പ് എല്ലാം ഉള്ള സമയത്തും ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അതിനെതിരെ പൊരുതാനുള്ള വലിയ ശക്തി VSന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വിഭാഗീയ കാലത്തും VS പാർട്ടിയോടും പോരാടിയിരുന്നു ഒരു ഘട്ടത്തിൽ എന്നുള്ളതാണ്.